പ്രധാനമായിട്ട് ഉന്നയിച്ച വാദം മതം, ധാർമ്മികത, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. അവരുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കുന്നത് ഒരു പൊതുവായ രീതിയിലാണ്. നമുക്കറിയാം ഈ മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിലെ ഏറ്റവും മികച്ച മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് തുല്യതയാണ്. അതായത് എല്ലാവരെയും തുല്യരായി കാണാനുള്ള ഒരു മാനസികാവസ്ഥയാണ്. അതേപോലെ തന്നെ മതേതരത്വമാണ്, ജനാധിപത്യ ബോധമാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും മികച്ച, അതായത് മനുഷ്യൻ ഇന്നോളം കണ്ടെത്തിയതിൽ ഏറ്റവും മികച്ച മൂല്യം എൻ്റെ ഒരു കാഴ്ചപ്പാട് ജനാധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ 5 വർഷം കൂടുമ്പോൾ വോട്ടിടലോ അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതൊരു മനോഭാവമാണ്. സകല മനുഷ്യരെയും തുല്യരായി കാണാനുള്ള ഒരു മനോഭാവത്തിലേക്ക് ഒരു മനുഷ്യൻ്റെ ബോധതലം ഉയരുകയാണെങ്കിൽ അയാളൊരു ജനാധിപത്യവാദിയാണെന്ന് പറയാം. എന്നാൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ പ്രശ്നം എന്താണ്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മുടെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്കെതിരായിട്ട് ഈ ജനങ്ങളെ തന്നെ അണിനിരത്താൻ ജനാധിപത്യത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ജനാധിപത്യം എന്ന ഒരു ആശയ മണ്ഡലത്തിലേക്ക് വികാസം പ്രാപിക്കാത്ത ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ആ ജനതയെ അവർക്ക് തിരിച്ചറിവില്ല. എന്താണ് ജനാധിപത്യം ഒന്നും വ്യക്തി സ്വാതന്ത്ര്യമൊന്നും ഞാൻ ഒരു പൗരബോധമോ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായിട്ട് അവരെ അണിനിരത്താൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം, ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടിമുടി അത് മതേതരമാണ്. മതപരമായ ഒരു ജനാധിപത്യം സാധ്യമല്ല. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ പരിഗണനകൾക്ക് അതീതമായിട്ട് വ്യക്തികളെ തുല്യരായി കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത തുല്യതയാണെങ്കിൽ അതിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുക്കുന്നുണ്ട്. ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വതന്ത്രമായിട്ട് മതേതര ജീവിതം നയിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി ഒരു ജനാധിപത്യ സംവിധാനത്ത് പൗരന് ലഭിക്കുമ്പോൾ മതങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മതങ്ങളെ സംബന്ധിച്ചോളം നേരെ ഓപ്പോസിറ്റാണ് മതങ്ങൾ. അതായത് എല്ലാത്തിലും വിധിവിലക്കുകളാണ്. നിങ്ങൾ എങ്ങോട്ട് വസ്ത്രം ധരിക്കണം, ഇടത്തോട്ട് മുണ്ടെടുക്കണോ വലത്തോട്ട് കൊടുക്കണോ, നിങ്ങൾ അത് കഴിക്കണം, ഇത് കഴിക്കരുത്, ബീഫ് കഴിക്കരുത്, പന്നിമാംസം കഴിക്കരുത്, അല്ല അത് അങ്ങനെ വിധിവിലക്കുകളുടെ ഒരു കെട്ടുപാടിനകത്താണ് വ്യക്തി ജീവിതത്തെ തളച്ചിടുന്നത് മതങ്ങളിൽ. ഇപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിയാൽ വലിയ വായിൽ ജനാധിപത്യവും മതേതരത്വവും പ്രസംഗിക്കുന്ന വിപ്ലവ വായാടികളായിട്ടുള്ള ആൾക്കാർ പോലും സ്വന്തം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ ഒരു അംഗം അന്യജാതിയിൽപ്പെട്ട ഒരാളെ പ്രണയിക്കുകയോ അല്ലെങ്കിൽ മതത്തിനെതിരായ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഒച്ചപ്പാടായി, ബഹളായി, ഒറ്റപ്പെടുത്തലായി, കുറ്റപ്പെടുത്തലായി, അത് വലിയ ദ്രോഹം ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ പ്രസംഗം ഒരു ഭാഗത്ത് പോവും, പ്രവർത്തനം വേറൊരു ഭാഗത്ത് പോവും. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ആരാണ് നമ്മെ ഭരിക്കുന്നത്? ഒറ്റ ഓട്ടത്തിൽ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിണറായി വിജയനോ മോഡിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവരൊക്കെ നമ്മളെ ഭരണാധികാരികളാണെങ്കിൽ പോലും അവർക്കൊക്കെ ഒരു കാലാവധി നമ്മൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളാണ്. ഇവരൊക്കെ 5 വർഷം കഴിയുമ്പോൾ മാറാം, വേറെ ആൾക്കാർ വരാം, അത്തരം സാധ്യതകളുണ്ട്. പക്ഷേ സ്ഥിരമായി നിൽക്കുന്ന ചില അധികാര കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്നാണ് മതം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അതീശത്വപരമായിട്ടുള്ള ആധിപത്യം പുലർത്തിക്കൊണ്ട് വ്യക്തി ജീവിതത്തിൽ കടിഞ്ഞാനിട്ടുകൊണ്ട് നമുക്ക് ചുറ്റുകളും വേലികൾ കെട്ടിക്കൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും കള്ളി തിരിച്ചുകൊണ്ട് ജനങ്ങളെ നിർത്തിക്കൊണ്ട് വോട്ടർ ബാങ്കുകൾ സൃഷ്ടിച്ചുകൊണ്ട് പൗരോഹിത്യം അധ്വാനിക്കാതെ അന്നം തിന്നുന്ന ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ആളുകളെ ഈ രീതിയിൽ നിലനിർത്തേണ്ടത് ഒരാവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം, യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത് വെച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ ആരെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത് അവരാണ് നിങ്ങളെ ഭരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കുന്നത് മോഡിയോ പിണറായിയോ ഒന്നല്ല, മതമാണ് നമ്മളെ ഭരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കറിയാം, വലിയ വായിൽ വിപ്ലവം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ വലിയ വായിൽ സംസാരിക്കുന്ന നമ്മൾ ചാനൽ അവതാരകരുണ്ടല്ലോ. ആക്ഷേപഹാസ്യങ്ങളിലൂടെ നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരെ ലോകത്തിൽ സൂര്യന് താഴെയുള്ള സകലത്തിനെ വിമർശിക്കുകയും ആക്ഷേപഹാസ്യത്തിലൂടെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ കൊല്ലാക്കൊലയുകയും ചെയ്യുന്ന ഈ വിപ്ലവ സിംഗങ്ങൾ അവരെപ്പോഴെങ്കിലും അവരുടെ ആക്ഷേപഹാസ്യ പരിപാടിയിൽ, കോമഡി പരിപാടിയിൽ നിങ്ങളൊരു അമൃതാനന്ദമയ്യയോ അല്ലെങ്കിൽ AP അബൂബക്കർ മുസ്ലിയാരെയോ അല്ലെങ്കിൽ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരെയോ അവർ ഈ ആക്ഷേപഹാസ്യ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾ കാട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതാണ് ഭയം. അദൃശ്യമായ ഒരു ഭയം സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിൽ ചൂഴ്ന്നു നിൽക്കുന്നു.
ഈ ഒരു ഭയത്തിൻ്റെ ഈ ഒരു അന്ധകാരത്തിലേക്ക് ജനാധിപത്യത്തിൻ്റെ വെളിച്ചത്തെ തുറന്നു വിടാനുള്ള പരിശ്രമത്തിലാണ് ഈ എല്ലാ എന്താ പറയുക മതേതര വിശ്വാസികളും. അപ്പോൾ നമുക്ക് ഈ ഒരു വെളിച്ചം സമൂഹത്തിലേക്ക് പകരണമെങ്കിൽ വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. അതിലൊറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ സമൂഹ ബോധം കൂടുതൽ മതേതരമാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അടിയുറച്ച ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിയുറച്ച ഓരോ മതവിശ്വാസിയും കരുതുന്നത് താനാണ് ശരിയായ, അല്ലെ എൻ്റെ മതമാണ് ശരിയായ മതം, സത്യവിശ്വാസികളെ എന്നാണ് അവരുടെ അനുയായികളെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇത് സത്യവിശ്വാസികളാണ്, ബാക്കിയുള്ള ആൾക്കാർ അസത്യവിശ്വാസികൾ. അപ്പോൾ ഈ രീതിയിൽ കുഞ്ഞു മസ്തിഷ്കങ്ങളിലേക്ക് ഈ ശരിയായ മതം ഇതാണെന്നും ഇതാണ് യഥാർത്ഥ ദൈവം എന്നുള്ള കഥകൾ, എല്ലാവർക്കും ഓരോ കഥകളുണ്ട്, ഓരോരുത്തരും വിശ്വസിക്കുന്ന അവരവരുടെ കഥയാണ് യഥാർത്ഥ സത്യം എന്നും. അപ്പോൾ ഈ കുഞ്ഞു മസ്തിഷ്കങ്ങളിലേക്ക് ഇത്തരം കഥകൾ കുഞ്ഞുനാളിലെ ചെലുത്തി വിടുകയും അത്തരം മതപൗരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ചുറ്റും കാണുന്ന ഇതര മതസ്ഥരെ കാണുമ്പോൾ ഇവരുടെ മനസ്സിൽ അപമതിപ്പുണ്ടാവുക, അല്ലെങ്കിൽ ഒരു രണ്ടാം തരം വിശ്വാസികളാണ് ഇവരൊക്കെ, രണ്ടാം തരക്കാരാണെന്നൊരു തോന്നൽ ആ കുട്ടികളിൽ ഉണ്ടാവുക സ്വാഭാവികമല്ലേ? അപ്പോൾ ജനാധിപത്യ വിരുദ്ധന്മാരെ പൗരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത് ആരാണ്? മതമാണ്. മതം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതമല്ല, മതങ്ങൾ, എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമാണ്. എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി സ്ത്രീകളുടെ ശവപ്പറമ്പുകളാണ്. കാരണം എന്താ പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധമില്ലാത്ത ഒരൊറ്റ മതവുമില്ല, എല്ലാ മതങ്ങളും സ്ത്രീ വിരുദ്ധമാണ്. ഇപ്പം നമുക്ക് തന്നെ ആലോചിച്ച് വെക്കാം, ജനാധിപത്യമായ രീതിയിൽ ജനാധിപത്യ ഭരണത്തിനുകളിൽ വലിയ രീതിയിൽ മതങ്ങളുടെ നേരെ കൈവെക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവില്ല. കാരണം അവർ വോട്ട് ബാങ്കുകളാണ്. വോട്ട് ബാങ്കുകളെ പ്രകോപിപ്പിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഒരു ഗുണകരമല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വോട്ട് ബാങ്കുകളെ പ്രകോപിപ്പിക്കാൻ രാഷ്ട്രീയക്കാർ തയ്യാറാവാറില്ല. ഇന്ത്യയിൽ നിർണായകമായിട്ടുള്ള എല്ലാ നിയമനിർമ്മാണങ്ങളും വന്നിട്ടുള്ളത് സതി നിരോധിച്ചത് ആരാണ്? നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യ ഭരണകൂടമല്ല, ബ്രിട്ടീഷുകാരായിരുന്നു. ശൈശവ വിവാഹം നിരോധിച്ചത് ആരായിരുന്നു? അത് ബ്രിട്ടീഷുകാരാണ്. കാരണം അവർക്ക് ഈ വോട്ട് ബാങ്കുകളെ ഭയക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. രാജാറാം മോഹൻ റായ് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെടുന്നു. അദ്ദേഹം വേദനയോടെ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടത് പോരാതിന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠത്തി അമ്മയെ നാട്ടുകാർ തീയിലിട്ട് ചുട്ട് ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. കാരണം ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ തീയിലിട്ട് കൊല്ലുക എന്നുള്ളതാണ് ആ സതി എന്ന ആചാരത്തിൻ്റെ ആ ഒരു ഉദ്ദേശം. യഥാർത്ഥത്തിൽ സതിയിൽ എന്താണ് സംഭവിക്കുന്നത്? സ്വന്തം പിതാവ് മരിക്കുന്നതോടുകൂടി പകുതി അനാഥരാകുന്ന കുട്ടികളെ മുഴുവൻ മാതാവിനെ കൂടി ചിതയിലിട്ടുകൊണ്ട് മുഴുവൻ അനാഥരാക്കി മാറ്റുന്ന ഒരു മത കലാപരിപാടിയാണ് ഈ സതി എന്ന് പറയുന്നത്. ഈ സതിക്കെതിരായിട്ട് മുഗൾ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് നീക്കങ്ങളും നിയമങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നും ഫലവത്തായില്ല. ഏറ്റവും ഒടുവിലായിട്ട് ബ്രിട്ടീഷുകാർ 1829 സതി നിരോധിക്കുന്നത്. 1929 ശൈശവ വിവാഹം നിരോധിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ മേഖലകളിലും സമഗ്രമായ ഒരു ഭയം നിലനിൽക്കുന്നു. ഈ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണ്. ഒരു മതവും ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെയാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ തുല്യതയും തുല്യനീതിയും പുലരണമെങ്കിൽ, സമൂഹബോധം ജനാധിപത്യപരമാണെങ്കിൽ നമ്മൾ മതേതരമായ തീരുവെന്ന് മാത്രം